ഹായ് ഓൾ, വെൽക്കം ടു ഗ്ലാസ് ക്രിയേറ്റീവ് ഇല്ല. എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് സ്ക്രാച്ച് പേപ്പറാണ്. നിങ്ങൾക്കിത് ബുക്കായിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന കൂട്ടുകാരുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് കളർ. അതുപോലെ ഞാനിവിടെ ഓയിൽ പേസ്റ്റൽസ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്കെച്ച് പെന്നോ കളർ പെൻസിലോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ കളർ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കോർണറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുന്നത്. അപ്പം നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കളർ ചെയ്യാം. ഞാനിവിടെ ചെയ്യാൻ എടുത്തിരിക്കുന്ന സാധാ A4 സൈസ് പേപ്പറാണ് കേട്ടോ. അപ്പം ലൈറ്റ് ഷെയ്ഡ്സ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പം ഞാനിവിടെ പേസ്റ്റൽ കളേഴ്സാണ് എടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ സ്ക്രാച്ച് പേപ്പർ ആക്കാനുള്ള ഒരു ബേസ് കോട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആക്രിലിക് പെയിൻറ്റും അതുപോലെ തന്നെ ഞാൻ ബോഡി ലോഷൻ അല്ലെങ്കിൽ ബോഡി ക്രീം നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ബോഡി ലോഷനാണ് യൂസ് ചെയ്തേക്കുന്നത്. ആക്രിലിക് പെയിൻറ്റ് എടുക്കുന്നതിൻ്റെ ഒരു ഡബിൾ പോർഷനായിട്ട് നമ്മൾ ബോഡി ലോഷൻ ഓർ ക്രീം എടുക്കണം. എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കൺസിസ്റ്റൻസിക്ക് എടുത്ത ശേഷം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്തെടുക്കാം. അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു കോട്ട് തന്നെ കൊടുക്കണം, എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്രാച്ച് പേപ്പർ കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊരു 1 hour ഒക്കെ ഡ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഡ്രൈ ചെയ്ത ശേഷം നമുക്ക് ഇതൊന്ന് എഴുതി നോക്കിയാലോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.